കൊട്ടാരക്കട്ടിലെ ആനയാ മണിക്കുട്ടി. അല്ല, ഇത് വിഘ്നേശ്വരനാണ്. കർമ്മങ്ങളിൽ വന്ന വിഘ്നം പരിഹരിക്കാൻ നേരിട്ടെഴുന്നള്ളിയ വിഘ്നേശ്വരൻ. അമ്മേ ഭഗവതി, അടിയന് സന്തോഷമായി. ഏറ്റെടുത്ത കർമ്മങ്ങളിൽ ഇനി ഒരിക്കലും വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അമ്മേ ഭഗവതി, ഇതിൽ പരം എന്താണ് അടിയന് വേണ്ടത്? അമ്മേ ഭഗവതി. അമ്മേ ഭഗവതി, കാത്തോളേ. എന്തായി നാഗേന്ദ്ര, കുഞ്ഞിനായുള്ള തിരച്ചിൽ? ദിക്കായ ദിക്കൊക്കെ തിരഞ്ഞു. എങ്ങും പുലർകാല വേളയിൽ കാർത്തിക നക്ഷത്രത്തിൽ അങ്ങനെ ഒരു പിറവി നടന്നിട്ടില്ല. ബാക്കി പറയൂ, അതിലുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം. അങ്ങനെ ഒരു കുഞ്ഞുണ്ട്, പക്ഷേ നമുക്ക് തൊടാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു കുഞ്ഞോ? അത്രയും സുരക്ഷയിൽ ആരാ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്? മന്ത്രവാദികളോ അതോ യക്ഷന്മാരോ? ആ കുഞ്ഞ് ദേശമംഗലത്തെത്തിയിരിക്കുന്ന പുതിയ പൂജാരിയുടെ കുഞ്ഞാ. ദേവീ പൂജയ്ക്കായി ക്ഷേത്രമുറ്റത്തെത്തിയിരിക്കുന്ന വിഷ്ണു നമ്പൂതിരിക്ക് കൂടാരം ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന. അവിടെയുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എങ്ങനെ കൈക്കലാക്കാൻ പറ്റും? ഇഷ്ടമൂർത്തികൾ നിശ്ചയിച്ച വഴി ഇത്രയും ദുഷ്കരമാണോ? ആയിരിക്കും. മൂർത്തികൾ എപ്പോഴും പൂജിക്കുന്നവരെ പരീക്ഷിക്കുന്നവരാണല്ലോ. ക്ഷേത്രമുറ്റത്ത് താൽക്കാലികമായി കെട്ടിയ കൂടാരത്തിലല്ല, ദേവിയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന കുഞ്ഞായാൽ പോലും അവൾ ഈ ബലിക്കല്ലിൽ എത്തിയേ പറ്റൂ. പടയെടുത്ത് പോകാൻ ഞാൻ തയ്യാറാണ്. ദേശമംഗലത്തെ പടയാളികൾക്ക് ഇപ്പോൾ ആവേശം കൂടുതലാണ്. ആരും പടയെടുക്കേണ്ട ആവശ്യമില്ല. ദേവീ പൂജയ്ക്ക് വന്നു നിൽക്കുന്ന വിഷ്ണുദത്തൻ ദേവിയുടെ ഉപാസകനാണ്. പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ കുഞ്ഞ് സുരക്ഷിതയുമാണ്. പക്ഷേ കണക്കുകൂട്ടലുകളിൽ നിനക്കൊന്ന് പിഴച്ചു നാഗേന്ദ്ര. ഇപ്പോ ദേവിയുടെ സാന്നിധ്യം അവിടെ ഇല്ല. ഇത്രയും നാളും രണ്ടുപേരുടെയും ബുദ്ധി ഒരുപാട് പരീക്ഷിക്കപ്പെട്ടതല്ലേ. ഇനി അല്പം വിശ്രമിക്കാം. ഇനിയും ബുദ്ധിമത്തിന് നിയോഗിക്കപ്പെട്ട ആൾ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. അയ്യോ! തിരുമേനി, എന്നോട് പൊറുക്കണം. ഇത് അവിടുത്തെ കുഞ്ഞിന്റെ കരുത്തിലുണ്ടായിരുന്നതാണ്. അറിയാതെ എടുത്തുപോയി. മോഷണം പാപമാണ്. മോഷ്ടിച്ചെടുക്കുന്ന വസ്തു കൊണ്ട് എത്ര വലിയ നേട്ടങ്ങൾ നീ ഉണ്ടാക്കിയാലും അതൊന്നും ശാശ്വതമായിരിക്കില്ല. ഭഗവതിയുടെ ശക്തി അടിയന് ബോധ്യപ്പെട്ടു.
ഇനി ഒരിക്കലും മറ്റൊരാളുടെ മുതൽ അടിയൻ മോഷ്ടിക്കില്ല. എന്നാൽ പൊയ്ക്കൊള്ളുക. ഇനിയെങ്കിലും സൽക്കർമ്മത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അമ്മ അനുഗ്രഹിക്കട്ടെ. നന്ദി അമ്മേ ഭഗവതി. അയ്യോ, കുഞ്ഞു കരയാണല്ലോ. ഇങ്ങ് തരൂ. അതേ മീനാക്ഷി, ഇതിനു മുമ്പ് പലപ്പോഴും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നാം അസ്വസ്ഥനായിരുന്നു. അടുത്ത് ചെല്ലാൻ പോലും ഭയമായിരുന്നു. മീനാക്ഷിക്ക് തന്നെ പരാതി തോന്നിയിട്ടില്ലേ നാം ഇത്രയും ദൂരം മാറി നിൽക്കുന്നതിൽ? കള്ളം പറയുന്നില്ല, തോന്നിയിട്ടുണ്ട്. ക്ഷമിക്കുക, ക്ഷമിക്കുക. 7-ാം ദിവസത്തെ പൂജയും അവസാനിച്ചു. ശേഷിക്കുന്നത് 4 ദിവസം മാത്രം. അനർത്ഥങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഭഗവതി ദേശമംഗലം കാക്കാൻ വീണ്ടും എഴുന്നള്ളും. ഇനി എന്ത് തടസ്സം? ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന കാര്യം അറിഞ്ഞില്ലേ? കുഞ്ഞിന്റെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരു മോഷ്ടാവിനെ മണിക്കുട്ടി നേരിട്ട കഥ അറിഞ്ഞു. പ്രജകളും തമ്പുരാനും മാത്രമല്ല, ജീവജാലങ്ങൾ വരെ കാവലിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? നാളെ മുതല് പഞ്ചമിക്ക് അമ്പലത്തിൽ പോവാം. വല്ലാത്തൊരു വ്യഗ്രതയിലാവൾ. പഞ്ചമി അവിടെ ഉണ്ടാവണം. തമ്പുരാൻ, ദേശമംഗലത്ത് ഐശ്വര്യം തിരിച്ചു വന്നാൽ നടക്കേണ്ടത് ഒരു വലിയ കാര്യമാണ്. എന്താ? പഞ്ചമിയുടെ വിവാഹം. അനുരൂപനായ ഒരാളെ കണ്ടെത്തണ്ടേ? തിടുക്കം വേണ്ട. കുറച്ചുനാള് അവൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ. കൊട്ടാരക്കെട്ടിന് പുറത്ത് അവൾ അലഞ്ഞു തിരിഞ്ഞ ഓരോ നിമിഷത്തിനും പ്രായശ്ചിത്തം ചെയ്യാനുണ്ട്. പഞ്ചമിയുടെ അടുത്ത പിറന്നാൾ കെങ്കേമമായി ആഘോഷിക്കാനാണ് നമ്മുടെ തീരുമാനം. ദേശമംഗലത്തിന്റെ ഉത്സവം പോലെ ആയിരിക്കും പഞ്ചമിയുടെ മാംഗല്യം. എല്ലാ തീരുമാനങ്ങളും അങ്ങ് എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനെന്താ പറയേണ്ടത്? ഒരു ജ്യേഷ്ഠന്റെ കടമയാണ്. അവൾ നമുക്ക് തരുന്ന സ്നേഹത്തിന്റെ പ്രതിഫലം അതേ അളവിൽ നാമം തിരിച്ചു കൊടുക്കണ്ടേ? പഞ്ചമി എത്തിയോ? കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് അങ്ങേക്ക് വാക്ക് തന്നത് ഞാനല്ലേ? ഞാനില്ലാത്തതിന്റെ കുറവ് വല്ലതും ഉണ്ടായോ? ഏയ്, ഒരു കുറവും ഉണ്ടായില്ല. പകരം ഏൽപ്പിച്ചത് വിനായകനെ തന്നെയല്ലേ? മണിക്കുട്ടിയുടെ സംരക്ഷണത്തിൽ മതിമറന്ന് ഉറങ്ങുകയല്ലേ കുഞ്ഞ്? വിചിത്രമായ ചില കാഴ്ചകളും ഉണ്ടായിരുന്നു മണിക്കുട്ടിയുടെ വക. കള്ളനെ ഓടിച്ചുവിട്ട കഥയല്ലേ? കൊട്ടാരക്കെട്ടിൽ തോഴിമാർ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ ജന്മത്ത് ഇനി ആ കള്ളൻ ഒരു തെറ്റും ചെയ്യില്ല. അത്രയും വലിയ തിരുത്താണ് മണിക്കുട്ടി അയാൾക്ക് കൊടുത്തത്. മിണ്ടാപ്രാണികൾ മനുഷ്യന്റെ മനോഗതം എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ടും മനുഷ്യൻ പരസ്പരം മനസ്സിലാക്കുന്നില്ലല്ലോ. നെല്ലും പതിരും ഉണ്ടാവില്ലേ തിരുമേനി? തിരഞ്ഞെടുക്കൽ കർത്തവ്യം നമ്മുടേതല്ലേ? പതിര് തിരഞ്ഞെടുക്കാതിരുന്ന പോരെ? നന്നായി സംസാരിക്കുന്നു പഞ്ചമി. വാക്കുപോലെ തന്നെ വാക്കിന്റെ ഉള്ളിൽ അറിവുമുണ്ട്. ഞാനെന്നാൽ ക്ഷേത്രദർശനം നടത്തി കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ആയിക്കോട്ടെ, നമുക്ക് ഉഷപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്. സ്നാനം കഴിഞ്ഞു വരാം. ആയിക്കോട്ടെ. മാതുലന്റെ വാക്കുകളാകുമ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവം ഞാൻ പ്രതീക്ഷിച്ചു. ഒരു കർത്തവ്യം ഏൽപ്പിക്കാൻ മാതുലൻ തിരഞ്ഞെടുക്കുന്ന ആൾ യോഗ്യനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ വിചിത്രം, ക്ഷേത്രമുറ്റത്തെ ഒരു ആനയുടെ മുന്നിൽ തോറ്റുപോയിരിക്കുന്നു അങ്ങയുടെ ദൂതൻ. ക്ഷേത്രമുറ്റത്തു നിന്നും മാട്ടിയോടിക്കപ്പെട്ട തസ്കരൻ കുഞ്ഞിനെ എടുക്കുകയായിരുന്നോ, അതോ കുഞ്ഞിന്റെ കഴുത്തിലെ സ്വർണമായിരുന്നോ ലക്ഷ്യം? അവനൊരു നിസ്സാരനായ കള്ളനാ. അതുപോലൊരു മൂഢനെ അയക്കാൻ മാത്രം നിന്റെ മാതുലനൊരു വിഡ്ഢിയല്ല. അപ്പോൾ അതല്ലേ മാതുലൻ പറഞ്ഞ ആൾ? കുഞ്ഞിനെ ഈ ബലിക്കലിൽ എത്തിക്കാൻ ചുമതലപ്പെട്ടയാൾ
ഇനിയും അവിടെ എത്താനിരിക്കുന്നതേയുള്ളൂ. ആളെത്തുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു വേഷത്തിലായിരിക്കും. ദേശമംഗലത്തെ ആർക്കും അങ്ങനെ ഒരാളെ തിരിച്ചറിയാൻ കഴിയില്ല. ഇത് നിന്റെ മാതുലന്റെ പാറ പോലെ ഉറച്ച വാക്കാണ്. അവസാന ദിവസത്തെ പൂജ അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് വിഷ്ണുദത്തൻ തിരുമേനിയുടെ പെൺകുഞ്ഞ് നിന്റെ ഈ ബലിക്കല്ലിലുണ്ടാവും. ഇത് നമ്മുടെ വാക്കല്ല, ഇഷ്ടമൂർത്തിയുടെ തീരുമാനമാണ്. ദേവി അമ്മേ മഹാമായേ. ആരാണാവോ? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഒരു വഴിപോക്കനാണ്. ഇവിടെ ക്ഷേത്രത്തില് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുകയാണ്. ചോദിക്കുന്നത് കൊണ്ട് വിരോധമൊന്നും തോന്നരുത്. അലച്ചിൽ വല്ലാതെ തളർത്തിയിരിക്കുന്നു. വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. പഴവും പ്രസാദവുമാണെങ്കിൽ വിരോധമില്ലല്ലോ. മതി, അതിനേക്കാളും വിശദമായി ഒന്നും ഇല്ലല്ലോ. എന്നാ വന്നോളൂ. ഇവിടെ ഇരുന്നോളൂ. ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ഏർപ്പാടാക്കാം. ആയിക്കോട്ടെ. എന്താ ഇളയ തമ്പുരാട്ടി ചെയ്യുന്നത്? ഇന്ന് വ്യാഴാഴ്ചയല്ലേ? മഞ്ഞ തെറ്റിയിലൊരു മാല ഞാൻ തന്നെ കെട്ടിച്ചാർത്താന്ന് വിചാരിച്ചു. നല്ലത്. ക്ഷേത്രത്തിൽ ഒരു അപരിചിതൻ എത്തിയിരിക്കുന്നു. എവിടുന്നോ അലഞ്ഞു തിരിഞ്ഞെത്തിയതാ. സഞ്ചാരിയാണെന്നാ പറഞ്ഞത്. വിശക്കുന്നു എന്ന് പറഞ്ഞു. ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തില്ലേ? ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരും വിശന്നിരിക്കരുത്. എല്ലാവരെയും നിറച്ചു കൂട്ടണം. പുനഃപ്രതിഷ്ഠയുടെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ദൂരെ ദിക്കിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട് ദേവിയെ തൊഴാൻ, അല്ലേ തിരുമേനി? അതെ. ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ തമ്പുരാട്ടി നോക്കിക്കോ, ഈ ദേശമംഗലത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമായി നമ്മുടെ ക്ഷേത്രം മാറും. എല്ലാം അമ്മ മഹാമായയുടെ അനുഗ്രഹം, ഒപ്പം അങ്ങയുടെ സാധനാബലവും. എന്താ, തൃപ്തിയായോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ തിരുമേനി? ഭഗവതിയുടെ പ്രസാദമല്ലേ. നാളുകളായി ഇതുപോലെ വയറു നിറച്ചെന്തെങ്കിലും കഴിച്ചിട്ട്. ഇത് പൊന്നു തമ്പുരാന്റെ ഇളയ സഹോദരി പഞ്ചമി. പേര് ആദിത്യൻ. ജീവിത വൈരാഗ്യത്തിന് ശേഷം സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്. ചില നിയോഗങ്ങളോടെ സഞ്ചാരത്തിനിറങ്ങുന്നവരുമുണ്ട്. പ്രായം നോക്കുമ്പോ അതിനൊന്നും ആയിട്ടില്ല. പിന്നെ അനാഥനാണ്. ഒരു യാത്രക്കിറങ്ങിയാലും തിരിച്ചു വിളിക്കാൻ ആരുമില്ല. കാങ്കയം എന്ന നാട്ടിലെ കൊട്ടാരത്തിലെ ഒരു ഭടനാണ് എന്നെ എടുത്തു വളർത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് തോന്നിയ വാത്സല്യം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയില്ല. ആക്ഷേപങ്ങൾ, ശാപവാക്കുകൾ, അതൊക്കെയായിരുന്നു കുഞ്ഞുനാൾ മുതൽ കാത് നിറയെ. പിന്നെ സഹിക്ക വയ്യാതായപ്പോ ഒരു രാത്രി ഇറങ്ങിപ്പോയി. അല്പം സംഗീതം മനസ്സിലുണ്ട്. അത് കൂടുതൽ പഠിച്ചെടുക്കണമെന്നുള്ള വാശി. അലഞ്ഞു തിരിഞ്ഞു നടന്നു. ചെന്നിടത്തെല്ലാം ഗുരുനാഥന്മാർക്ക് അറിയേണ്ടത് മനസ്സിൽ സംഗീതമുണ്ടോന്നല്ല, ശരീരമുണ്ടോന്നുമല്ല, ജാതിയിൽ ഉന്നതനാണോ എന്നാണ്. അച്ഛനും അമ്മയും പോലും ആരെന്നറിയാത്തവന് പറയാൻ ജാതി എവിടെ? കൊട്ടാരത്തിൽ ഏട്ടൻ തമ്പുരാൻ സംഗീതപ്രിയനാണ്. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാം. കൈ നിറയെ സമ്മാനങ്ങളും കിട്ടും. വേണ്ട. ഒരാൾക്ക് മുന്നിലും
പാടാനുള്ള പ്രാവീണ്യം എനിക്കായിട്ടില്ല. ഇനി എങ്ങോട്ടാണ്? തീരുമാനിച്ചിട്ടില്ല. സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് ദിക്കറിയാം, വയറ് വിശക്കുന്നതുകൊണ്ട് ഭക്ഷണത്തിന്റെ വിലയും അറിയാം. ഇപ്പൊ നയിക്കുന്നത് അത് മാത്രമാണ്. തമ്പുരാനോട് ചോദിച്ചാ ഇവിടെ 1-2 ദിവസം തങ്ങാനുള്ള അനുവാദം കിട്ടുമോ? ഇവിടുത്തെ ചടങ്ങുകൾ തീരുന്നതുവരെ ഇവിടെ കൂടുന്നതിൽ കുഴപ്പമില്ല, അല്ല തിരുമേനി? അതെ, കൂടിക്കോട്ടെ. ഒരു സഹായമാവുമല്ലോ. ആശ്വാസമായി. ഭക്ഷണം ഇവിടെ ഉണ്ടാകും. ഉറങ്ങാനുള്ള ഇടം എവിടെയാണ് സൗകര്യമെന്ന് നോക്കുക. ആ, അത് ഞാൻ ഏർപ്പാടാക്കാം. ശരി തിരുമേനി. ഇതിലും വലിയൊരു ആതിഥ്യം ഒരിക്കലും എന്നെ തേടി വന്നിട്ടില്ല. എന്നാൽ അങ്ങ് വിശ്രമിച്ചോളൂ. വരൂ, വിശ്രമിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. या कुन्देन्दु तुषारहारधवला या शुभ्रवस्त्रावृता या वीणा वरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रभृतिभिर्देवैः सदा पूजिता सा मां पातु सरस्वती भगवती निशेषजाढ्यापहा श्रीमहासरस्वती नमः। മനോഹരമായ സംഗീതം ഒരു നറുനിലാവ് പോലെ കേൾവിക്കാരെയും ദേവിയെയും തഴുകിയിരിക്കുന്നു. ആളെ കണ്ടതുപോലെയല്ല, സംഗീതത്തിൽ അസാധ്യ ജ്ഞാനമാണല്ലേ. പറയാൻ വാക്കുകളില്ല. അസലായി. നന്ദി. കൊട്ടാരക്കെട്ടിൽ വന്ന് ഏട്ടൻ തമ്പുരാന്റെ മുമ്പിൽ പാടണമെന്ന് പറഞ്ഞപ്പോൾ അറിവ് പൂർണ്ണമല്ല എന്ന് പറഞ്ഞത് ഇതേ ആളാണോ? പറഞ്ഞത് സത്യമാണ്. ഒരു ഗുരുവില്ല, ചിട്ടയായ പഠനവുമില്ല, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുമില്ല. ഇതിൽ കൂടുതലായി അനുഗ്രഹം വേറെ എന്താണ് വേണ്ടത്? പാടിയത് സാക്ഷാൽ മഹാമായയുടെ മുമ്പിലല്ലേ. ഇവിടെ വരാൻ കഴിഞ്ഞതും അമ്മയുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞതും പുണ്യം. ഇന്ന് യാത്രയായാലോ എന്ന് ആലോചിക്കുകയാണ്. യാത്ര വിലക്കാൻ എനിക്ക് അധികാരമുണ്ടോ എന്നറിയില്ല. കഴിയുമെങ്കിൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കഴിയും വരെയെങ്കിലും നിൽക്കണം. സംഗീതത്തിനോട് എനിക്ക് കുറച്ച് താല്പര്യമുണ്ട്. പഞ്ചമി പാടൂ. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ആസ്വദിക്കും. ഒരു മുൻവിധികളുമില്ലാതെ. എന്തായി തീരുമാനം? നിൽക്കുന്നോ ഇവിടെ? പഞ്ചമി കൽപ്പിച്ചാൽ അതിനെതിര് പറയാൻ പറ്റില്ലല്ലോ. കൽപ്പനയൊന്നുമല്ല, ഒരു കലാകാരനോടുള്ള ആദരവാണ്, അപേക്ഷയാണ്. എങ്കിൽ സ്വീകരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെ താമസവും ഈ ആദിത്യ നിറഞ്ഞ മനസ്സും. തിരക്കുകൾ ഒഴിഞ്ഞിട്ട് എനിക്ക് അങ്ങയോടൊരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ അറിയല്ലേ, ഇവിടെ നമുക്കെന്താ തിരക്ക്? പറഞ്ഞോളൂ. അതല്ല, പൂജകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് നാം പറഞ്ഞോളാം. അപ്പോ
ഗൗരവമുള്ള കാര്യമാണ്, അത് ഉറപ്പ്. അല്ലാതെ മീനാക്ഷി ഇപ്പൊ ഇങ്ങനെ പറയില്ല. എന്തായാലും പറഞ്ഞോളൂ. അച്ഛൻ തിരുമേനി കാലം പോകിയെന്ന് അവധൂതൻ പറഞ്ഞു. അറിയാനോ അവസാനമായി ഒന്ന് കാണാനോ ഉള്ള ഭാഗ്യം ഉണ്ടായില്ല. പിതൃകർമ്മങ്ങൾ പോലും നടന്നിട്ടില്ല. അതിന്റെ ഒരു വിഷമം ഉള്ളിൽ അങ്ങനെ കിടക്കുന്നു. ഇതായിരുന്നോ കാര്യം? ചെയ്യാം, വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാം. അത് അദ്ദേഹത്തിന്റെ മകളെ ഏറ്റെടുത്ത നമ്മുടെ ഉത്തരവാദിത്വം കൂടിയല്ലേ? അച്ഛൻ തിരുമേനി സ്വർഗസ്ഥനായിരിക്കും, അതിൽ സംശയമില്ല. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആക്ഷേപിച്ചവരോട് പോലും ശബ്ദമുയർത്തി സംസാരിച്ചില്ല. പറഞ്ഞതെല്ലാം ദേവി മഹാമായയോടാണ്. അതുകൊണ്ടല്ലേ ദേവി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പടിയിറങ്ങിയത്. ഒരർത്ഥത്തിൽ ആ ദർശനവും മോക്ഷം തന്നെയാണ് മീനാക്ഷി. ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനം ഈ ശ്രാദ്ധം തന്നെ. സന്തോഷമായോ? സന്തോഷായി. അച്ഛൻ തമ്പുരാന്റെ ആത്മാവ് എന്നെ ഓർത്ത് അഭിമാനിക്കുകയുള്ളൂ. അങ്ങ് എന്റെ കൂടെ ചേർന്ന് നിൽക്കുകയല്ലേ. ഇതിൽ കൂടുതൽ എന്താണ് അച്ഛന്റെ മകൾക്ക് കിട്ടാനുള്ളത്? ഉറങ്ങിക്കോളൂ. നാളെ അതിരാവിലെ ക്ഷേത്രത്തിലെത്താനുള്ളതാണ്. അതെ, ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. ഉറക്കമായി കാണുന്ന നാം കരുതിയത് നിദ്രാദേവിയുടെ അനുഗ്രഹം കുറവാണ്. അല്ലെങ്കിലും ജീവിതത്തിൽ വ്യഥകളുള്ളവർക്ക് അത് പതിവില്ലല്ലോ. ആശങ്കയാണ് എല്ലാത്തിൻ്റെയും കാരണം. ഭക്ഷണത്തിനു വേണ്ടി, പാർപ്പിടത്തിനു വേണ്ടി, അറിവിനു വേണ്ടി, ഉദ്യോഗത്തിനു വേണ്ടി എല്ലാം നാം ആശങ്കപ്പെടണം.